ഒരു ദേശത്തിൻ്റെ കഥയിൽ നിന്ന് ചന്തുമൂപ്പൻ എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഓടിക്കിതച്ചുകൊണ്ട് മീശക്കണാരം മുമ്പിൽ ചാടി വീണു. സംഗതി അറിഞ്ഞു മീശ ആവേശത്തോടെ പറഞ്ഞു, അതിരാണ പാടത്ത് ഒരു ആയിഷ വന്നിരിക്കുന്നു. ആയിഷയോ? എന്തായിഷ? ചന്തുമൂപ്പൻ കൂർത്ത മുഖം കുലുക്കിക്കൊണ്ട് ചോദിച്ചു. മീശ ചന്തുമൂപ്പൻ്റെ അരികിലേക്ക് നീങ്ങി നിന്ന് ശകുനിയെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഒരു ആയിഷ ബീബി, വലിയ മുതലുള്ള വീട്ടിലെ ബീവിയാണ്. പൊൻപണ്ടങ്ങൾ കൊണ്ട് മൂടിയ ഒരു ബീബി. ബീബിയെ കാണണമെങ്കിൽ കൂനം വേലുവിൻ്റെ കോലായിൽ ചെന്ന് നോക്കിൻ. ചന്തുമൂപ്പൻ ഒന്നും മനസ്സിലാവാതെ സ്വയം വിളിച്ചു കാട്ടി കളിച്ചു. അപ്പോൾ മീശ ചന്തുമൂപ്പൻ്റെ ചെവിട്ടിൽ എന്തോ മന്ത്രിച്ചു. കൂനം വേലുവിൻ്റെ ആച്ചയ്ക്ക് പ്രാന്തോ? ചന്തുമൂപ്പൻ ഓർക്കാതെ ഉറക്കെ ചോദിച്ചുപോയി. ശ്രീധരൻ കൂനൻ വേലുവിൻ്റെ പുരയിലേക്ക് കുതിച്ചു. അവിടെ മുറ്റത്തൊരാൾക്കൂട്ടം. ആണുങ്ങൾ ഒരു ഭാഗത്ത്, പെണ്ണുങ്ങളും കുട്ടികളും കോലായിലും അടുത്ത്. എല്ലാവരും അത്ഭുതത്തോടെ കോലായിലേക്ക് നോക്കുന്നു. കോലായിൽ നടുവകത്തിന് നേരെ മെയ്യിൽ നിറയെ പൊൻപണ്ടങ്ങളടിഞ്ഞ് ഒരു തരുണി ഒരു പലകപ്പുറത്ത് ഇരിക്കുന്നു. അവൾ ഒരു ചെറിയ കസവുമുണ്ട് ഉമ്മച്ചികളുടെ തട്ടം പോലെ തലയിലിട്ടിരിക്കുന്നു. അവൾ ഇടയ്ക്കിടെ മുത്തു പോലുള്ള പല്ലുകൾ കാട്ടി ചിരിക്കുകയും ചെയ്യുന്നു. അവൾ ആച്ചയാണെന്ന് പറഞ്ഞറിയിക്കുക തന്നെ വേണം. കോലായിൽ ഒരു മൂലയിൽ തല മുട്ടുകൾക്കിടയിൽ തിരികെ ഒളിപ്പിച്ച് ഒരു കുട്ടിസ്രാങ്കിനെപ്പോലെ കുത്തിയിരിക്കുന്നു കൂനൻ വേലു. എല്ലാവരും തെല്ലൊരു ഭയത്തോടെ മുറ്റത്ത് തന്നെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ തലമുടി പിടിച്ചു കെട്ടിക്കൊണ്ട് പാഞ്ഞു വരുന്ന ഈർച്ചക്കാരൻ വേലുവിൻ്റെ ഉണ്ണൂലി നേരെ കോലായിലേക്ക് ചെന്നു ആച്ചയെ ആകപ്പോടെ ഒന്ന് നോക്കി ലൂഹ്യഭാവത്തിൽ ചോദിച്ചു, ഇതൊക്കെ എന്താണ് ആച്ചേ? ആച്ച ഹീ ഹീ എന്ന് 2-3 ചിരിച്ചു. തലയിലെ